എല്ലാം വിശദമായി ചർച്ചയും വിശാലമായ കൂടിയാലോചനയൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ. മുന്നോട്ടുള്ള നല്ല പോക്കിനത് ഗുണം ചെയ്യും. പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള വയനാട് ഉൾക്കൊള്ളുന്ന തിരുവമ്പാടി നിയോജകമണ്ഡലം അത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് UDF-നെ സംബന്ധിച്ച് വലിയൊരു വേദനയായിരുന്നു. അത് തിരിച്ചു പിടിച്ചത് CK കാസിം എന്ന ജനകീയനായിട്ടുള്ള നേരത്തെ അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെയായി നിന്നിരുന്ന വ്യക്തിയിലൂടെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ തിരുവമ്പാടിയുടെ നിയുക്ത MLA. അദ്ദേഹത്തിന് തിരുവമ്പാടിയെക്കുറിച്ച് ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ തിരുവമ്പാടിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുമുണ്ട്. അതേക്കുറിച്ച് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് CK കാസിം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മൾ അതിനു മുൻപ് കേരള വിഷൻ ന്യൂസ് അവിടെ ജനങ്ങളുടെ പ്രതികരണം എടുത്തിരുന്നു. പ്രത്യേകിച്ച് രണ്ട് ജനകീയർ തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. അതിലാര് ജയിക്കും ജനങ്ങൾ പോലും കൺഫ്യൂഷൻ. അല്ല, അത് നിങ്ങളന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു തോന്നുന്നു അക്കാര്യത്തിൽ. ഏതായാലും ശരി, ജനങ്ങൾ ചെറിയ മുൻതൂക്കം എനിക്ക് തന്നു. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ അവർക്ക് എന്നോടുള്ള പ്രതീക്ഷയൊക്കെയാണെന്ന് എനിക്കറിയാം. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണി നന്നായി പ്രവർത്തിച്ചു. പ്രാവശ്യം മുന്നണി സംവിധാനത്തിൽ ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനങ്ങളും പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്തെ സർക്കാർ ആ മലയോര കുടിയേറ്റ മേഖലയിൽ കാര്യമായിട്ടൊന്നും ആ മേഖലയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പശ്ചാത്തല വികസനത്തിനപ്പുറം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള വന്യമൃഗശല്യമോ അതോടൊപ്പം തന്നെ കാർഷിക മേഖല പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് അവരുടെ ഒരു പരാജയത്തിന് കാരണമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തിരുവമ്പാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് വന്യമൃഗശല്യം എന്ന് പറയുന്നത്, മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. അത് ലഘൂകരിക്കാൻ ആവശ്യമായ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകളാണ്? അല്ല, അതിന് കൃത്യമായ പദ്ധതികളും പരിപാടികളും മനസ്സിലുണ്ട്. ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. അതിന് പരിഹാരമുണ്ടാകാതെ തിരുവമ്പാടിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യമുള്ള ഒരു എളിയ പൊതുപ്രവർത്തനമാണ്. അതുകൊണ്ട് അതിന് കൃത്യമായ നടപടി ഉണ്ടാവും. ഞാൻ വ്യക്തിപരമായിട്ട് അന്വേഷിക്കുമ്പോഴേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം തിരുവമ്പാടി പൊതുവെ നമ്മുടെ ഒരു ധാരണ ഈ പറഞ്ഞ പോലെ ക്രിസ്തീയ ഭൂരിപക്ഷ മേഖലയാണെന്നൊരു ധാരണ പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും CK കാസിം എന്ന പേര് ചോദിക്കുമ്പോൾ അദ്ദേഹം ലീഗിൻ്റെ നേതാവായിരിക്കും, പക്ഷേ സഭയുടെ പ്രിയപ്പെട്ട പുത്രൻ എന്നാണ് കേട്ടത്. അല്ല, അങ്ങനെയല്ല. ഞാൻ തിരുവമ്പാടി നിയമനത്തിലെ കൂടരഞ്ഞി പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന് അവിടെ വിദ്യാഭ്യാസം നേടി അവിടെ പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിയായപ്പോഴും എല്ലാ വിഭാഗം ആളുകളുടെയും, ഒരു വിഭാഗത്തിന് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പൂർണ്ണമായ പിന്തുണ കിട്ടിയിട്ട് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആരുടെയും മകനോ മകളോ ഒന്നായിട്ടല്ല, എല്ലാവരുമായി നല്ല ബന്ധമാണ്. എല്ലാവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, വികസനത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞ സഭയും സംവിധാനമൊക്കെ വലിയ പിന്തുണ എക്കാലത്തും എനിക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും അത് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ ഈ ലിൻഡോയ്ക്ക് ശേഷം ഇനി ഒരാൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉയരുന്ന രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, തുരങ്കപാതയുടെ ഭാവി എന്താണ്? തുരങ്കപാത എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? അല്ല, തുരങ്കപാത അത് ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാം പോലെ തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ ആധികാരികതയിലേക്ക് ഞാൻ കടന്നിട്ടില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. തീർച്ചയായും എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അത് ഷെഡ്യൂൾ ചെയ്തൊരു പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ്. ആ ഷെഡ്യൂൾ പ്രകാരം അത് മുന്നോട്ട് പോകും. അതിനെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നൽകും. തീർച്ചയായും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള നടപടി ഉണ്ടാകും. അത് തന്നെയാണ് അത് പറയാനുള്ളത്. കാരണം അത് കഴിഞ്ഞ 2011-14 കാലഘട്ടത്തിൽ ഞാൻ പണ്ട് പറഞ്ഞല്ലോ, 2011-16 UDF-ൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് അതിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ തിരുവമ്പാടി പോലുള്ള ഇടങ്ങളിലെ വലിയ വിജയം, വലിയ നേട്ടം, അത് UDF-നെ വലിയ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, പയ്യന്നൂർ, തളിപ്പുറം പോലുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നേടുന്നു എന്നുള്ളത്. ഈ വിജയത്തിൻ്റെയൊക്കെ നേട്ടം ഈ മുഖ്യമന്ത്രി ചർച്ച കൊണ്ടുപോയി കളഞ്ഞു എന്നൊരു ആക്ഷേപം ലീഗിനുണ്ടല്ലോ. അല്ല, ചർച്ച അങ്ങനെ ഒരു വലിയൊരു മോശമായിട്ടൊന്നുമില്ല. ചർച്ചയേക്കാളുപരി തെരുവിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അത് ഇന്നലെ മുതൽ അവസാനിപ്പിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സമയം വൈകിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് എത്രയോ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത്. ആ സമയത്തിനൊക്കെ മുമ്പായിട്ട് ഉണ്ടാകുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാം വിശദമായി ചർച്ചയും വിശാലമായ കൂടിയാലോചനയൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ. മുന്നോട്ടുള്ള നല്ല പോക്കിനത് ഗുണം ചെയ്യും. തിരുവമ്പാടിയിലൊരു സ്വപ്ന പദ്ധതി എന്താണ്? തിരുവമ്പാടി പ്രധാനമായും നമ്മളൊരു ടൂറിസം കോറിഡോർ തന്നെയാണ് നമ്മുടെ വലിയൊരു പദ്ധതി. കാരണം നിങ്ങളെയൊക്കെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. തിരുവമ്പാടിക്ക് പുറത്തുള്ള, ജില്ലയ്ക്ക് പുറത്തുള്ള, സ്റ്റേറ്റിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള ടൂറിസ്റ്റുകളെ എൻ്റെ തിരുവമ്പാടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ വലിയ ലക്ഷ്യം. എല്ലാ ആശംസകളും നേരുന്നു. നിയുക്ത തിരുവമ്പാടി MLA CK കാസിമാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതി ഉണ്ടാവുന്നു, തിരുവമ്പാടി ടൂറിസം പദ്ധതി എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകട്ടെ. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് തെരുവിലേക്ക് വലിച്ചഴിച്ചതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.